നമസ്കാരം. നിങ്ങൾ സ്വയം രോഗിയാണെന്ന് കരുതാറുണ്ടോ? നിങ്ങൾ സ്വയം രോഗനിർണയം നടത്താറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ചില മനുഷ്യർ സ്വയം രോഗിയാണെന്ന് കരുതുകയും സ്വയം രോഗനിർണയം നടത്തുകയും ചെയ്യാറുണ്ട്. എങ്ങനെയെന്നറിയുമോ? തൻ്റെ രോഗലക്ഷണങ്ങൾ വെച്ച് യൂട്യൂബിൽ പോയി തിരഞ്ഞ് തൻ്റെ രോഗനിർണയം നടത്തും. യൂട്യൂബിൽ ഇടുന്ന പല മനുഷ്യർക്കും പല അഭിപ്രായങ്ങളാവാം. അവരുടെ ബോഡി ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളാണ്. അവരുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായെന്ന് വരാം, പക്ഷേ അവരുടെ അസുഖം നിങ്ങൾക്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ സ്വയം ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് നിങ്ങൾ കരുതുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ആ അസുഖം ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ കരുതുകയും അമിതമായി ടെൻഷൻ അടിക്കുകയും രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മറ്റസുഖങ്ങൾ പിടിപെടും. ഇങ്ങനെ സ്വയം രോഗത്തിൽ ജീവിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടെന്ന് കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ആനന്ദകരമായി ജീവിക്കണം, സന്തോഷകരമായി ജീവിക്കണം. എങ്കിൽ നിങ്ങൾ സ്വയം രോഗത്തിൽ അടിമപ്പെട്ട് രോഗത്തിന് കീഴടങ്ങി ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ രോഗത്തെ പ്രതിരോധിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് സ്വയം രോഗനിർണയം നടത്താതെ യൂട്യൂബിൽ പോയി തിരയാതെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. ചില ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാവാം, പക്ഷേ ഒരിക്കലും ആ രോഗമാകണമെന്നില്ല. അതുകൊണ്ട് മനസ്സെപ്പോഴും സന്തോഷമായി വെക്കുക. എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഒരു ഡോക്ടറെ പോയി കാണുക. ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ തിരഞ്ഞ് രോഗനിർണയം നടത്താതിരിക്കുക. താങ്ക് യു.